ഒരു ഗ്രാമത്തിൽ മീനാദേവി തന്റെ 2 പെൺമക്കളായ റിദ്ധി, സിദ്ധി പിന്നെ തന്റെ ഭർത്താവായ സോഹനോടൊപ്പം ജീവിച്ചുകൊണ്ടിരുന്നു. മീനയും മീനയുടെ 2 പെൺമക്കളായ റിദ്ധിയും സിദ്ധിയും ദേവി ലക്ഷ്മി ദേവിയുടെ ഭക്തരായിരുന്നു. എന്നാൽ സോഹന് ഇതൊന്നും ഒട്ടും ഇഷ്ടമേ അല്ലായിരുന്നു. അതുകൊണ്ട് മീന ലക്ഷ്മി ദേവിയെ പൂജിക്കാൻ വേണ്ടി ഇരിക്കുമ്പോഴെല്ലാം സോഹൻ എന്തെങ്കിലുമൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. സോഹൻ ഇപ്പോൾ ജോലിക്ക് പോകുന്നതേയില്ല. അതുകൊണ്ട് മീനാദേവി തന്നെ മറ്റുള്ളവരുടെ വീട്ടിൽ ജോലി ചെയ്യാൻ വേണ്ടി പോയിക്കൊണ്ടിരുന്നു. റിദ്ധിയും പിന്നെ സിദ്ധിയും 2 പേരും സ്കൂളിലും പോകുന്നുണ്ടായിരുന്നു. എത്ര വേണമെങ്കിലും പ്രാർത്ഥിക്ക്, നിന്റെ ലക്ഷ്മി ആർക്കും ഒന്നും തരാൻ പോകുന്നില്ല. എന്റെ ലക്ഷ്മി ദേവിയെങ്കിലും കുറ്റപ്പെടുത്താതിരിക്കൂ. ഓഹോ, ഞാൻ എന്തു പറയണം ഏതു പറയണമെന്ന് നീയാണോ തീരുമാനിക്കുന്നത്? ഞാൻ പോകുന്നു. നാളെ ദീപാവലിയാണ്. റിദ്ധി സിദ്ധിയും സ്കൂളിൽ നിന്ന് വന്നിട്ട് അവരോട് പൂജാ മണ്ഡപം വൃത്തിയാക്കാൻ പറഞ്ഞേക്കൂ. നമ്മളെ പോലെയുള്ളവർക്ക് ദീപാവലി ഒന്നുമില്ല. നമ്മൾ ദരിദ്രരാ. നമുക്ക് കഴിക്കാൻ പോലും വീട്ടിലൊന്നുമില്ല. ഇതിൽ എവിടെ നിന്നും തുണി വാങ്ങാനാ? പിന്നെ വീടെങ്ങനെ അലങ്കാരപ്പെടുത്തും? കഴിക്കാൻ എവിടുന്ന് സ്വീറ്റ്സ് വാങ്ങും? നിന്റെ ലക്ഷ്മി ദേവി ദൈവമൊന്നുമല്ല, അവർ വെറും കല്ലാണ്. മീന ഒരുപാട് വിഷമിച്ചിരുന്നു. അവൾ ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിച്ച് മാപ്പും ചോദിച്ചു. പിന്നെ ജോലി ചെയ്യാനും പുറപ്പെട്ടു പോയി. മീന ഒരു വീട്ടിലെ ജോലിക്കാരിയായി ജോലി നോക്കിയിരുന്നു. ആ വീടിന്റെ മുതലാളി റേണു മീനയെ ഒരുപാട് ദ്രോഹിക്കുമായിരുന്നു. റേണു നല്ല ധനികയായിരുന്നു, എന്നാൽ മാനസികമായി ദരിദ്രയും. അവർക്ക് പണം കയ്യിൽ ഒരുപാടുണ്ടെന്നുള്ള അഹങ്കാരമുണ്ടായിരുന്നു. അവൾ ദരിദ്രരെ ഒട്ടും വില കൽപ്പിച്ചിരുന്നതേയില്ല. ഓഹോ മഹാറാണി, എന്തായാലും വന്നല്ലോ, വളരെ നന്നായി. അമ്മേ, അത് വായടക്കി. നിനക്കറിയില്ലേ ദീപാവലിയാണെന്ന്? ദീപാവലി സമയത്ത് എത്ര പണികളുണ്ട്. പക്ഷെ നീ ദിവസവും ലേറ്റായി വരുന്നു. ഇങ്ങനെ ചെയ്താൽ നിന്നെ ജോലിയിൽ നിന്ന് പുറത്താക്കും. എന്നോട് ക്ഷമിക്കൂ അമ്മേ, ഞാൻ വരികയായിരുന്നു. ബസ് വരാൻ കുറച്ച് വൈകി. ഞാൻ ശരിക്കും പണി ചെയ്തോളാം. ഹാ, എനിക്ക് നന്നായി അറിയാം നിന്റെ മര്യാദക്കുള്ള പണി എന്തെന്ന്. ഒരു പണിയും മര്യാദയ്ക്ക് ചെയ്യില്ല. അടുത്തവരെ മണ്ടന്മാരൊക്കെ നന്നായി അറിയാം. അയ്യോ അല്ലമ്മേ, അങ്ങനെ ഒന്നുമില്ല. മീന അന്നത്തെ ജോലിയെല്ലാം തീർത്തിട്ട് അവളുടെ വീട്ടിലേക്ക് തിരിച്ചുപോയി. മീന വീട്ടിൽ വന്നതും ഭക്ഷണവും ഉണ്ടാക്കി. അവളുടെ 2 മക്കളായ റിദ്ധിയും സിദ്ധിയും അവിടെ വന്നു. ഭക്ഷണമുണ്ടാക്കിയ ശേഷം മീന ഒരു പാത്രത്തിൽ ലക്ഷ്മി ദേവിക്ക് വേണ്ടി പ്രസാദവും വെച്ചു. പിന്നെ തന്റെ 2 മക്കളോടും ഇങ്ങനെ പറഞ്ഞു: റിദ്ധി, സിദ്ധി, നിങ്ങൾ 2 പേരും ചെന്ന് ലക്ഷ്മി ദേവിക്ക് പ്രസാദം വെച്ച് ഈ ഭക്ഷണം പുറത്തുള്ള പശുവിനെ കൊടുത്തേക്കു മക്കളെ. ശരി അമ്മേ. സോഹൻ വെളിയിൽ സോഫയിൽ ഇരുന്നു കൊണ്ട് അവർ പറഞ്ഞതെല്ലാം കേട്ടു. സോഹന് ഒരുപാട് ദേഷ്യം വന്നു. അയാൾ ദേഷ്യത്തോടെ മീനയെ വഴക്ക് പറയാൻ തുടങ്ങി. ഈ വീട്ടിൽ ഭക്ഷണം എന്താ വെറുതെ കിട്ടുന്നതാണോ? ഒരു കല്ലിന് ഇവിടെ എല്ലാവരും ഭക്ഷണം കൊടുക്കുന്നു, പിന്നെ അതുകൊണ്ടുപോയി പശുവിനും കൊടുക്കുന്നു. ഇവിടെ ഓരോ നേരവും ഭക്ഷണത്തിന് അലയുക. നിങ്ങൾ കഷ്ടപ്പെടുന്നതൊക്കെ ദേവി കാണുന്നുണ്ടല്ലോ. നിങ്ങളുടെ കണ്ണീരിന് അവർ എപ്പോഴെങ്കിലും എന്തെങ്കിലും മറുപടി തന്നിട്ടുണ്ടോ? നമ്മളിപ്പോൾ കഴിക്കുന്ന ഭക്ഷണം ആ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം കൊണ്ടാണ്. ദയവ് ചെയ്ത് ലക്ഷ്മി ദേവിയെ കുറിച്ചെങ്കിലും ഇങ്ങനെ പറയരുത്. മതി, നീ വായടക്കി. ഇനി നീ എന്നോട് ഒന്നും സംസാരിക്കണ്ട. നിങ്ങൾ എല്ലാം പാഴാക്കുക. ഒരു ദിവസം നമ്മുടെ വീട്ടിലും കഴിക്കാൻ ഒന്നും കാണില്ല. സോഹൻ ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ കയ്യിലെടുത്ത് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി. മീനയും അവളുടെ 2 കുഞ്ഞുങ്ങളും അയാളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. എന്നാൽ സോഹൻ ഒന്നും കേൾക്കാതെ ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയും എടുത്തുകൊണ്ട് പോയി. പാവം മീന കരഞ്ഞു കരഞ്ഞ് വയ്യാതെയുമായി. അവൾ ഭക്ഷണം പോലും കഴിച്ചില്ല. രാത്രി മുഴുവൻ അവൾ വെളിയിലിരുന്ന് കരഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോഴാണ് ഒരു കൊച്ചുകുട്ടി അതുവഴി പോയത്. അവൾ ഒട്ടും വൃത്തിയില്ലാത്ത വസ്ത്രമായിരുന്നു ധരിച്ചിരുന്നത്. അതുപോലെ ആ തുണി കീറിയിട്ടുമുണ്ടായിരുന്നു. ആ കൊച്ചുകുട്ടിയിൽ നിന്നും ദുർഗന്ധവും വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ആ വസ്ത്രം കാണുമ്പോൾ ആ നിഷ്കളങ്കയായ കുഞ്ഞ് കുളിച്ചിട്ട് ഒരുപാട് നാളായതായി തോന്നും. ആ കുഞ്ഞ് മീന കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ട് അവൾ മീനയോട് ഇങ്ങനെ ചോദിച്ചു: നിങ്ങൾ എന്തിനാ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഒന്നുമില്ല മോളെ, എന്റെ അമ്മ എന്നെ വിട്ട് ദൂരത്തേക്ക് പോയി. എന്റെ ലക്ഷ്മി ദേവി ഇവിടുന്ന് പോയി. അമ്മേ ലക്ഷ്മി ദേവി, നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കേട്ടാൽ എന്നെ ദയവ് ചെയ്ത് ക്ഷമിക്കൂ. ഞാൻ എപ്പോഴും നിങ്ങളെ ദൂരത്തേക്ക് പറഞ്ഞുവിടാൻ ആഗ്രഹിച്ചില്ല. പക്ഷെ എനിക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല. എന്നോട് ക്ഷമിക്കൂ ലക്ഷ്മി ദേവി. അമ്മേ, ഞാൻ നിങ്ങളെ അമ്മ എന്നൊന്ന് വിളിച്ചോട്ടെ? എന്തെന്നാൽ എനിക്ക് അമ്മ പോലുമില്ല. പിന്നെ എനിക്ക് ഒരുപാട് വിശക്കുന്നുണ്ട്. എനിക്ക് കഴിക്കാൻ പോലും ഒന്നുമില്ല. പിന്നെ എന്റെ പേരും ലക്ഷ്മി തന്നെയാണ്. വാ മോളെ,
നിനക്ക് ഞാൻ ഭക്ഷണം തരാം. ഞാൻ നിനക്ക് എന്റെ കൈകൊണ്ട് തന്നെ തരാം. ഞാൻ ലക്ഷ്മി ദേവിക്ക് വേണ്ടി പ്രസാദം എടുത്തു വെച്ചിരുന്നു. പക്ഷെ എനിക്ക് അവർക്ക് കൊടുക്കാൻ സാധിച്ചില്ല. നിനക്ക് ഞാൻ തീർച്ചയായും തരാം. ആ ലക്ഷ്മി ദേവി തന്നെ കഴിച്ചതാണെന്ന് ഞാൻ കരുതും. വാ മോളെ, നിനക്ക് ഞാൻ ഭക്ഷണം തരാം. മീന ആ കുഞ്ഞു കുട്ടിയായ ലക്ഷ്മിയെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. പിന്നെ അവളെ നന്നായി കുളിപ്പിച്ച് അവൾക്ക് റിദ്ധിയുടെ ഡ്രസ്സും കൊടുത്തു. മീന ലക്ഷ്മി ദേവിക്ക് വേണ്ടി ഏത് പ്രസാദമാണോ എടുത്തു വെച്ചത്, അതേ പ്രസാദം തന്റെ സ്വന്തം കൈകൊണ്ട് ആ കുഞ്ഞിനെ അവൾ ഊട്ടിവിട്ടു. അതേസമയം അവിടെ സോഹനും വന്നു. അപ്പോൾ ആ കൊച്ചുകുട്ടി ഇങ്ങനെ പറഞ്ഞു: എനിക്ക് ആരുമില്ല, ഞാൻ നിങ്ങളോടൊപ്പം തന്നെ ഇരുന്നോട്ടെ. ഇത് വീടാണ്, സത്രമല്ല. ഇവിടെ ഞങ്ങൾക്ക് പോലും കഴിക്കാനൊന്നുമില്ല. അങ്ങനെയുള്ളപ്പോൾ നിന്നെ എങ്ങനെ നോക്കും? നിങ്ങൾ എന്റെ ലക്ഷ്മി ദേവിയെ കൊണ്ടുപോയി. ദയവ് ചെയ്ത് ഈ കുഞ്ഞിനോടെങ്കിലും നന്നായി സംസാരിക്കൂ. മോളെ, ഞങ്ങളുടെ വീട്ടിൽ നന്നായി കഴിക്കാൻ ഭക്ഷണമില്ല. പക്ഷെ എന്റെ മക്കൾ എന്ത് കഴിക്കുന്നു? അവരുടെ പങ്കിൽ നിന്ന് നിനക്കും കുറച്ചു തരും. നിനക്ക് ആരുമില്ലെങ്കിൽ നീ ഞങ്ങളോടൊപ്പം തന്നെ താമസിക്കാം. ലക്ഷ്മി മീനയോടൊപ്പം താമസിക്കാൻ തുടങ്ങി. അടുത്ത ദിവസം രാവിലെ റിദ്ധിയും സിദ്ധിയും സ്കൂളിലേക്കും പോയി. എന്നാൽ മീന തന്റെ ലക്ഷ്മി ദേവി അടുത്തില്ലാത്തതിൽ ഒരുപാട് വിഷമിച്ചിരുന്നു. ആ വിഷമത്തിൽ തന്നെ അവൾക്ക് പനിയും വന്നു. അവൾക്ക് ജോലിക്ക് പോകാൻ പറ്റിയില്ല. അപ്പോഴാണ് മീനയ്ക്കൊരു ഫോൺ കോൾ വന്നത്. അത് മീനയുടെ മുതലാളിയിൽ നിന്നുമായിരുന്നു. മുതലാളി ഫോൺ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു: ഹോ മഹാറാണി, നീ എന്താ ഇനി പണിക്ക് വരാത്തത്? എനിക്ക് സുഖമില്ല. അപ്പൊ നിന്റെ അച്ഛൻ വന്ന് പണിയെടുക്കുമോ? ഇപ്പൊ മര്യാദയ്ക്ക് ജോലിക്ക് വാ, അല്ലെങ്കിൽ നിരന്തരമായി വരണ്ട. അയ്യോ വേണ്ട വേണ്ട മുതലാളി, എനിക്ക് ലീവ് ഒന്നും വേണ്ട. ഞാൻ പുറപ്പെട്ടു വരാം. കോളും കട്ടായി. മീന ഒരുപാട് വിഷമിച്ചു. ആ കൊച്ചുകുട്ടി ലക്ഷ്മിയും ഇതെല്ലാം കണ്ടുകൊണ്ടേയിരുന്നു. അമ്മേ, നിങ്ങൾ എനിക്ക് ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് നിങ്ങൾക്ക് പകരം ഞാൻ പണിക്ക് പോകാം. മീന അതിന് സമ്മതിച്ചതേയില്ല. എന്നാൽ ലക്ഷ്മി മീന പറയുന്നതൊന്നും കേൾക്കാതെ അവൾ ജോലിക്കും പോയി. അങ്ങനെ ദീപാവലിയും എത്തി. ദീപാവലി ദിവസവും മീനയുടെ കയ്യിൽ കഴിക്കാൻ ഒന്നും തന്നെ ഇല്ലായിരുന്നു. മീന തന്റെ 3 മക്കളോടൊപ്പം വിഷമത്തോടെയിരുന്നു. അവിടെ അടുത്തു തന്നെ ഉണ്ടായിരുന്ന സോഹൻ അവളെ വഴക്ക് പറഞ്ഞുകൊണ്ടേയിരുന്നു. അമ്മേ ലക്ഷ്മി ദേവി, ഞാൻ നിങ്ങളെ പൂജിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഈ ദീപാവലി ദിവസം നിങ്ങൾ എന്നോടൊപ്പം ഇല്ല. ഞാൻ നിങ്ങളെ എങ്ങനെ പൂജിക്കും? കൊച്ചുകുട്ടി ലക്ഷ്മി ഇതെല്ലാം കേട്ട് ചിരിച്ചുകൊണ്ടേ നിന്നു. അവൾ ഉടനെ ലക്ഷ്മി ദേവിയുടെ രൂപത്തിലേക്കും മാറി. അത് കണ്ട് എല്ലാവരും അമ്പരന്ന് നിന്നു. സോഹനും മീനയും ലക്ഷ്മി ദേവിയെ കൈകൂപ്പി. മീന, നിന്റെ പ്രാർത്ഥനകളിൽ സത്യസന്ധതയുണ്ട്. നിനക്ക് എന്റെ കയ്യിൽ നിന്ന് ഒന്നും വേണ്ട. നിനക്ക് എപ്പോഴും ഞാൻ മാത്രം വേണം. അതുകൊണ്ടാണ് ഞാൻ തന്നെ നിന്റെ അടുത്ത് വന്നത്. പിന്നെ ഒരു കാര്യം, ഞാൻ ഇനി എപ്പോഴും നിന്റെ ഒപ്പം തന്നെ ഉണ്ടാകും. ഇന്ന് നിങ്ങൾക്ക് എന്റെ ദർശനം കിട്ടിയിട്ടുണ്ട്. പിന്നെ മീന, നിന്റെ ഭർത്താവിന് ഒരു നല്ല ജോലി ലഭിക്കും. ഞാൻ നിങ്ങളുടെ വീടിനകത്ത് 2 കലങ്ങൾ വെച്ചിട്ടുണ്ട്. അമ്മേ, അമ്മേ, എനിക്ക് ദർശനം നൽകിയതിന് ഒരുപാട് നന്ദി അമ്മേ. അമ്മേ, നിങ്ങൾ എന്റെ ഭക്തിക്കുള്ള ഫലം നൽകി. അമ്മേ ക്ഷമിക്കൂ. എന്റെ വ്യാകുലതകൾ കൊണ്ടാണ് ഞാൻ ഇങ്ങനെ മാറിയത്. എന്നോട് ക്ഷമിക്കൂ. നിങ്ങൾ നല്ല ദിവസത്തിന്റെ വില അറിയാനാണ് ചീത്ത ദിവസങ്ങളുടെ വിഷമം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ നല്ല ദിവസത്തിൽ തൃപ്തിയായിരിക്കും. നീ വിഷമിക്കേണ്ട സോഹൻ, ഞാൻ നിന്നോട് ക്ഷമിച്ചു. ഇപ്പോൾ അകത്തുള്ള പൈസ കൊണ്ട് നീ നിന്റെ പണികൾ തുടങ്ങ്. സന്തോഷത്തോടെ ജീവിക്കൂ. ഇങ്ങനെ പറഞ്ഞ് ലക്ഷ്മി ദേവി മാഞ്ഞുപോയി. പിന്നെ മീന, സോഹൻ, പിന്നെ അവരുടെ 2 മക്കളും മുറിയുടെ അകത്ത് കയറി നോക്കി. അവിടെ സ്വർണവും വൈഡൂര്യം കൊണ്ട് നിറഞ്ഞ കലങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ അവരെല്ലാവരും അവർക്ക് വേണ്ടി പുതിയ ഡ്രസ്സും സ്വീറ്റ്സും എല്ലാം വാങ്ങി. അവർ വീട്ടിലേക്ക് തിരിച്ചു വന്ന് സന്തോഷത്തോടെ ദീപാവലിയും ആഘോഷിച്ചു. പിന്നെ ബാക്കി വന്ന പണം കൊണ്ട് ഒരു കച്ചവടവും തുടങ്ങി. ഒരു വലിയ വീടും വാങ്ങി അവിടെ ജീവിക്കാനും തുടങ്ങി. ഇപ്പോൾ അവരുടെ ജീവിതം വളരെ നല്ലതായും മാറി.